രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ കേടു നടപ്പൂ. ഈ 3 മിടുക്കികളെ പറ്റിയിട്ട് ഒരു പരാതി ശ്രീ കൃഷ്ണകുമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 69 ലക്ഷത്തോളം രൂപയുടെ മിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തെഫ്റ്റ് തന്നെയാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ 3 പെൺകുട്ടികൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ 3 കുട്ടികളെ ഫ്രീ ആയിട്ട് പറക്കാൻ അനുവദിക്കരുതായിരുന്നു. അവരെ കോടതിയിൽ പറയാൻ വിട്ടു, അവരെ മീഡിയയിൽ പറയാൻ വിട്ടു, അവരെ 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് വിട്ടു. ഇപ്പോൾ ആ പെൺകുട്ടികൾ ഒളിവില്ല. ഇപ്പോൾ ഏമാൻ ആ പെൺകുട്ടികളെ അന്വേഷിച്ച് നടപ്പായിരിക്കും. നടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളുടെ ഒരു വസന്തകാലമാണ്. വിഖ്യാത നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ ഭാര്യയും സുന്ദരിമാരായ പെൺമക്കളും ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അവരെല്ലാം തൽക്കാലം പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. വാദിസ്ഥാനത്ത് 3 പെൺകുട്ടികളാണ്. ദിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് ഈ 3 പെൺകുട്ടികൾ. നമ്മൾ മുമ്പ് കളിയാക്കി പറയുമായിരുന്നു, ഹിസ്റ്ററിക്ക് 3rd ക്ലാസ് കിട്ടിയ ഏതോ ഒരാൾ ഡിഗ്രി എടുത്തിട്ട് ഈ കുട്ടികൾക്ക് ഉപദേശം കൊടുത്തൊക്കെയാണ് എങ്ങനെ മീഡിയയെ കവർ ചെയ്യണം, എങ്ങനെ കൗണ്ടർ കേസ് കൊടുക്കണം. ഈ കുട്ടികൾ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ? ആ ലോജിക്ക് ഇല്ലാത്ത കള്ളമാണ് പറയുന്നത്. ഇവരെ ആ കുട്ടിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ദിയയുടെ അക്കൗണ്ടിൽ പോകാതെ ഈ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് വന്നു. നമ്മൾ ടാക്സിന്റെ കാര്യം, ഈ ടാക്സിന്റെ ബേസിക് അറിയാമെന്നുള്ളവർക്കറിയാം. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്, വിൽക്കുമ്പോൾ ഒരു ടാക്സ് ഉണ്ട്. വാങ്ങിക്കുമ്പോഴുള്ള ടാക്സിൽ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും ഒക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദിയ കൃഷ്ണൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ബില്ലോട് കൂടിയാണ് വാങ്ങിക്കുന്നത്. അത് അപ്പോഴത്തേക്ക് GST അടച്ച ആ സാധനങ്ങൾ വാങ്ങിക്കും. തിരിച്ച് ഈ സാധനം വിൽക്കുമ്പോഴത്തേക്ക് GST ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും. GST ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു വസ്തുതയും കാണാനില്ല. കാര്യം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ അക്കൗണ്ടിലോട്ട് പൈസ പോയി കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കത്തില്ല. കാര്യം ഇവരുടെ അക്കൗണ്ടിൽ പോകുന്ന 69 ലക്ഷം രൂപയ്ക്ക് അവർ ശരാശരി 23 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ അവരതിന് ഇൻകം ടാക്സ് അടയ്ക്കണം. GST അടച്ചതുകൊണ്ട് എക്സംഷൻ കിട്ടേണ്ടതിന് പകരം ഇവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് അഡീഷണൽ വരുമ്പോഴത്തേക്ക് അതല്ലേ കൂടുതൽ. അതിനേക്കാളും എളുപ്പം GST ക്രെഡിറ്റ് നമ്മൾ വാങ്ങിക്കുന്നല്ലായിരുന്നു നല്ലത്. അപ്പം ഈ ടാക്സ് വെട്ടിക്കാനായിട്ടാണ് ഈ പൈസ മാറ്റിയെന്ന് പറയുന്നതിനകത്ത് പൂർണ്ണമായിട്ടും സത്യമൊന്നുമില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2, ഈ ദിയ എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുണ്ട്. ആ കുട്ടി ഗർഭിണിയാണ്, വീട്ടിലാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സ്വന്തം സ്ഥാപനത്തിലെ വിറ്റുവരവ്, ഞാൻ എൻ്റെ ഓഫീസിൽ പോകുന്നില്ല, അന്ന് എത്ര ക്യാഷ് വന്നു, എത്ര ചിലവായി, എത്ര പോയി, സാധനം എത്ര വന്നു, വന്നതിന് എത്ര പൈസ കൊടുത്തു, ഇതിൻ്റെ ഒന്നും ദൈനംദിന കണക്ക് ഈ കുട്ടിയുടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. മാസത്തെ കണക്ക് വേണമല്ലോ, അതുമില്ല. ഇപ്പം നമ്മുടെ ഒരു ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ കുറഞ്ഞോ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന് ഒരിടം പോയെന്ന് വേണം, നമ്മൾ സ്ക്രീൻ എടുത്തിട്ട് നോക്കിയാൽ മതി. അതേപോലെ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഒരു ബില്ലുണ്ട്. ഒരു ബില്ല് വെച്ചിട്ടാണല്ലോ വിൽക്കുന്നത്. ആ ബില്ല് നമുക്ക് വീട്ടിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എത്ര രൂപയുടെ കച്ചവടം നടന്നു എന്ന് അറിയാൻ പറ്റും. അതിൽ ക്യാഷ് എവിടെയെന്ന് അറിയാൻ പറ്റും. ഇതിനകത്ത് മറ്റെന്തോ ചില കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ പൈസ ഈ കുട്ടികളിൽ പോയത് അയാൾ അറിഞ്ഞില്ല എന്ന് പറയാനും പറ്റത്തില്ല. ഇത് ദിയ അറിയാതെ ഈ കുട്ടികൾ 69 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറയുമ്പോൾ 69 ലക്ഷം രൂപ ഒരു ചെറിയ എമൗണ്ട് അല്ല. അത് ഓവർ ദ പീരീഡ് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വന്നിട്ടുണ്ടാവും. ഇവരെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പൈസ കുറച്ചെങ്കിലും എടുത്ത് ഇവർ ദിയയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, ബാക്കി അവർ മുക്കിയിട്ടുണ്ടാവും. ഈ കുട്ടികൾ ചെന്ന് ചാടുന്ന ഒരു കുഴപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മാൽ പ്രാക്ടീസ് വഴി അത് ഫിനാൻഷ്യൽ അക്കൗണ്ട് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ദിയയുടെ ഭാഗത്ത് നിന്ന് ഇത് ശരിക്കും നോക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ടാക്സ് എക്സംഷൻ ആണെന്ന് പറയുന്നത് വേറൊരു കഥയാണ്. പിന്നെ പറയുന്നത് ഇത് വീടാണ്, കടയല്ല എന്ന് പറയണം, ലൈസൻസ് ഇല്ല.
ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻകാർ തൂക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് എത്ര രൂപ ഫൈൻ അടയ്ക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അവർ ട്രേഡിംഗ് നടത്തുന്നുണ്ട്, അവർ ലീഗലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, അതിന് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, വീട്ടിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ് വേണം, ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിനകത്തൊക്കെ ഇനി ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാറുണ്ട്. ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളും മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയിട്ടുണ്ട്. അവർക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വലുതാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് അവരുടെ എഫ്ഐആറിനകത്തുള്ളത്. അപ്പോൾ അവിടെയും ഒരു മിസ്റ്റേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഈ ശ്രീ കൃഷ്ണകുമാറിന് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ ചെന്ന് കാത്തുനിന്ന് എഫ്ഐആർ ഇടേണ്ട കാര്യമില്ലായിരുന്നു. SCPയെ കണ്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ മാത്രമേ അതിൻ്റെ എഫ്ഐആർ ഇടാൻ പറ്റൂ. DGPക്കും ACPക്കും ഒന്നും എഫ്ഐആർ ഇടാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എഫ്ഐആർ ഇടേണ്ട കേസായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ACP എടുത്ത് പറയില്ലായിരുന്നു. വീട്ടിൽ ഇരുന്ന് സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന്, ഇത്രയും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് സ്വന്തം കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, കാവൽ എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിലോട്ട് കയറി കംപ്ലൈൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു. അതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിന് അവിടെ വീട്ടിൽ അവിടെ ചെന്ന് SA കാണേണ്ട, ACP കാണേണ്ട ഒന്നും ആവശ്യമില്ല. കംപ്ലൈൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ഇത് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി നടന്നിട്ടുണ്ട് എന്ന് കാണുമ്പോഴത്തേക്ക് അത് തെഫ്റ്റാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ഒരു എഫ്ഐആർ ഇട്ടാൽ മതിയായിരുന്നു, തീരാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനകത്ത് വേറെ എന്തൊക്കെയോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കേരള പോലീസിൻ്റെ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിനകത്തുള്ള വൈദഗ്ധ്യത്തിനോട് എനിക്ക് മതിപ്പ് തന്നെയാണ് ഉള്ളത്. അവർ ഹിന്ദിയിലെ ഒരു ചൊല്ലുണ്ട്, ദൂത് കാ ദൂത് ഓർ പാനി കാ പാനി, വെള്ളവും പാലും വേർതിരിച്ചെടുത്തിട്ട് സത്യം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വ്യവസ്ഥ ഉണ്ടാവും. ബാങ്കിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ബാങ്കിൻ്റെ ഡോക്യുമെൻ്റ്, ഒരു ക്രൈം നടക്കുന്നത് വരെയാണ് ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റിനുള്ള സീക്രസി. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റിന് ഒരു സീക്രസി ഇല്ല, കാര്യം അത് കോടതിയിലെ തെളിവിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇതെല്ലാം അവിടെ കൊടുക്കേണ്ടി വരും. ഈ 3 പെൺകുട്ടികളും ഒളിവിലാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ മുക്കോത്തിയല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കും. ഈ പൈസ കട്ട് കേസാകുന്നത് വരെ മുക്കോത്തി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം നല്ല മധുരമായിരുന്നു. ഈ ജോലി വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് അതിനെ പറ്റിയിട്ട് അതിൻ്റെ ആ ജാതി അധിക്ഷേപത്തിൽ ഒരു മോശം തോന്നിയെന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടികളാണ് അവർ കളിക്കുന്ന തമാശയ്ക്കൊക്കെ ജാതിയും ജാതിപ്പേരും ഒക്കെ പറഞ്ഞെന്നോ പറഞ്ഞില്ല എന്നൊക്കെ അറിയാം. ഞാൻ ന്യായീകരിക്കുന്നൊന്നുമല്ല. ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ നായരാണ്, അമ്മ എഴുപത്തിയാണ്, കുട്ടിയുടെ ഭർത്താവ് ബ്രാഹ്മണനാണ്. അങ്ങനെ എല്ലാവരും ചേർന്നൊരു കുടുംബമാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ കാണത്തക്ക കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഈ കുട്ടി ജാതി പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ 69 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.